ഇസ്രായേലിലെ ജനവാസ പ്രദേശമായ അഷ്കലോണിലേക്ക് ഹമാസ് തീവ്രവാദികൾ തൊടുത്തുവിട്ട റോക്കറ്റ് ആക്രമണത്തിൽ മരണപ്പെട്ട കേരളത്തിന്റെ പ്രിയപുത്രി സൗമ്യ സന്തോഷിന് കേരളം ഇന്ന് കണ്ണീരോടെ വിട പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടുക്കി കീരിത്തോട് നിത്യസഹായ മാതാ പള്ളിയിൽ വെച്ച് നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലാണ് നേതൃത്വം വഹിച്ചത്. 9 വയസ്സുകാരൻ അഡോണിന്റെ ആദ്യ കുർബാന സ്വീകരണത്തിനായി സന്തോഷത്തോടെ ഒരുങ്ങുകയായിരുന്ന ആ ഭവനം ഇന്ന് കണ്ണീർ കടലായി മാറി. ദുഃഖം തളം കെട്ടി നിന്ന ആ മൃതസംസ്കാര ശുശ്രൂഷ ഷെക്കീന ടെലിവിഷനിലും ഇടുക്കി വിഷൻ അടക്കം മറ്റ് പല പ്രാദേശിക മാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലുകളും സംപ്രേഷണം ചെയ്തപ്പോൾ പതിനായിരങ്ങളാണ് ആ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രകടമാക്കി ശുശ്രൂഷയിൽ പങ്കെടുത്ത് സൗമ്യയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചത്. സൗമ്യയുടെ മൃതസംസ്കാരം കഴിഞ്ഞ ഈ വേളയിൽ ചില ചോദ്യങ്ങൾ കേരളത്തിലെ മതേതര സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന വിദേശ രാജ്യത്ത് വെച്ച് തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ട ഒരു പാവം മലയാളി പെൺകുട്ടിയുടെ ഭൗതിക ശരീരത്തിന് അവളുടെ സ്വന്തം സംസ്ഥാനം ഭരിക്കുന്നവർ വേണ്ടത്ര ആദരം നൽകിയോ? ഇല്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സൗമ്യയുടെ ശരീരം ആദരവോടെ ഏറ്റുവാങ്ങാൻ കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികളായി ആരെയും കണ്ടില്ല. സൗമ്യയുടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആദരം അർപ്പിക്കുവാനോ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനോ ഇപ്പോൾ കേരളം ഭരിക്കുന്നവരുടെ പ്രതിനിധികൾ ആരും എത്തിയതായി അറിവില്ല. ഗവർണറുടെ പ്രതിനിധിയായി കളക്ടർ എത്തിയിരുന്നു എന്ന കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. ദേശീയ തലത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി വി മുരളീധരൻ എത്തുകയും ഇന്ത്യ ഗവൺമെന്റ് ഇസ്രായേൽ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിച്ച് മൃതശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. ഹമാസ് തീവ്രവാദികളാൽ വധിക്കപ്പെട്ട ഒരു വിദേശ വനിതയ്ക്ക് വേണ്ടി ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. സൗമ്യയ്ക്ക് അവർ നൽകിയ ആദ്യത്തെ ആദരം അവരുടെ ഒരു യുദ്ധവിമാനത്തിന് സൗമ്യ എന്ന പേര് നൽകിക്കൊണ്ടായിരുന്നു. ഒരു ഇസ്രായേൽ പൗരന് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആദരവും സൗമ്യയ്ക്കും കുടുംബത്തിനും തുടർന്നും നൽകുമെന്ന് ഇസ്രായേൽ ഭരണകൂടം പ്രഖ്യാപിച്ചു. തുടർന്ന് ഇസ്രായേൽ ഒരു ദിവസത്തെ മിലിറ്ററി ഓപ്പറേഷന് ഓപ്പറേഷൻ സാം എന്ന് പേര് നൽകി സൗമ്യ എന്ന കേരള പെൺകുട്ടിക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നൽകി. സൗമ്യയുടെ ശരീരം ഏറ്റുവാങ്ങാൻ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയിലെ ചാർജ് ഓഫ് അഫേഴ്സ് റോണിയെ ദിദിയെ ക്ലെൻ തന്നെ നേരിട്ട് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി. ദക്ഷിണേന്ത്യക്കായുള്ള ഇസ്രായേലിന്റെ കോൺസൽ ജനറൽ ജൊനാഥൻ സഡ്ക ഇടുക്കി കീരിത്തോട്ടിലെ സൗമ്യയുടെ ഭവനത്തിൽ നേരിട്ടെത്തി ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സൗമ്യയെ തങ്ങളുടെ മാലാഖയായാണ് ഇസ്രായേൽ കാണുന്നതെന്നും സൗമ്യയുടെ കുടുംബത്തോടൊപ്പമാണ് ഇസ്രായേൽ എന്നും അവരെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലെല്ലാം ഇസ്രായേൽ സഹായിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. സൗമ്യയുടെ മകൻ അഡോണിന് ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും പതാക അടങ്ങിയ ബാഡ്സ് അദ്ദേഹം നൽകി. ഒരു അമ്മയ്ക്കും ഭാര്യയ്ക്കും പകരമാകില്ല തങ്ങൾ നൽകുന്ന ഏത് സഹായമെങ്കിലും സൗമ്യയുടെ കുടുംബത്തെ വരും കാലങ്ങളിൽ ഇസ്രായേൽ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇനി കേരള സർക്കാരിനോട് ചിലത് ചോദിക്കാനുണ്ട്. വിദേശ രാജ്യത്ത് വെച്ച് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ മരണപ്പെട്ട സൗമ്യയുടെ ഭൗതിക ശരീരത്തിന് വേണ്ട ആദരവ് കേരള സർക്കാർ നൽകാതിരുന്നത് വഴി സർക്കാർ അപമാനിച്ചത് പ്രവാസികളായ ഇന്ത്യക്കാരെ മുഴുവനുമല്ലേ? തന്റെ ഭൗതിക ശരീരത്തിന് അർഹിച്ച ആദരവ് ലഭിക്കാതിരിക്കുവാൻ സൗമ്യ സന്തോഷ് എന്ന പാവം പെൺകുട്ടി ചെയ്ത തെറ്റ് എന്താണ്? തനിക്കും കുടുംബത്തിനും ജീവിതമാർഗം ഇവിടെ കേരളത്തിൽ ലഭിക്കാതിരുന്ന കാരണത്താൽ ഇസ്രായേലിൽ പോയി ജോലി ചെയ്തതും അതല്ല കാരണമെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. പലതവണ പറഞ്ഞു കഴിഞ്ഞതിനാൽ ഇനി ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. സൗമ്യയുടെ ഭൗതിക ശരീരത്തോട് അനാദരവ് കാണിച്ചവർ തന്നെ സൗമ്യയ്ക്ക് അനുകൂലമായി പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുന്നതും സാക്ഷര കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണല്ലോ. കേരള സമൂഹം ഏറെ വേദനയോടെ പങ്കെടുത്ത സൗമ്യയുടെ ഈ മൃതസംസ്കാര നാളിൽ കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവരോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്രമാത്രം. നിങ്ങളെ കേരള ജനത വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനല്ല. അരുതാത്ത ചില സമ്മർദ്ദങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് വരുമ്പോൾ അതനുസരിച്ച് നിലപാടുകൾ മാറ്റാനുമല്ല. പകരം ഓരോ കേരളീയന്റെയും പ്രതിനിധികളായി നാട് ഭരിക്കാനാണ്.
ജാതി മത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ നിഷ്പക്ഷതയോടെ കേരള സമൂഹത്തെ കാണുവാനാണ്.